which is an important part of a statistics. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അനാലിസിസുകൾക്കാണ്. അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഡേറ്റ തന്നിട്ട് ആ ഡേറ്റ ബേസ് ചെയ്ത് കൺക്ലൂഷൻസ് എഴുതാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനകം പഠിച്ചു അല്ലേ. സോ അതിന് നമ്മളുടെ ഏറ്റവും ആദ്യം അറിയേണ്ടത് വേരിയബിൾ ഏത് ടൈപ്പാണ്, വേരിയബിളിന് ഏത് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. സോ വേരിയബിളിൻ്റെ അനാലിസിസ് ചെയ്യുന്നത് ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയബിൾ കാറ്റഗറി അഥവാ മെഷർമെൻറ്റ് സ്കെയിൽ. മെഷർമെൻ്റ് എടുക്കുന്ന സ്കെയിൽ ഏതാണ് എന്നതിനെ തീരുമാനിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഏത് അനാലിസിസ് ആണ് അതിന് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിലാണ്. നോമിനൽ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്കെയിൽ ദാറ്റ് യൂസ്ഡ് ഫോർ എ നെയിം വേരിയബിൾ. നെയിം വേരിയബിളിന് ഉപയോഗിക്കുന്ന, ദാറ്റ് ഇസ് ഒരു പ്രത്യേക ഓർഡറും ഇല്ല. നിങ്ങളുടെ പേര് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്സ് ജെൻഡർ ഏതാണെന്ന് മാർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ നാഷണാലിറ്റി മാർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് എന്താണ്, പർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല അല്ലേ. മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, വിഡോഡ് ആൻഡ് സിംഗിള്, മാരീഡ്, വിഡോഡ്, ഈ 3 ഓപ്ഷൻ കൊടുക്കുമ്പോൾ സിംഗിൾ ആദ്യം വരണം അല്ലെങ്കിൽ വിഡോഡ് ആദ്യം വരണം, അങ്ങനെയൊന്നുമില്ല അല്ലേ. സോ അങ്ങനെ പർട്ടിക്കുലർ ഒരു ഓർഡറും ഇല്ലാത്ത നെയിമായിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നത്, നോമിനൽ സ്കെയിലിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഒരു നോമിനൽ സ്കെയിൽ വരത്തക്ക രീതിയിലുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽസ്, റോക്സ്, മിനറൽസ്, ഫോസിൽസ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് എല്ലാം ശരിക്കും എന്തിലാണ് വരുന്നത്, ഇറ്റ്സ് ഓൾസ് കംസ് അണ്ടർ നോമിനൽ ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഓർഡിനലാണ്. ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയിം വേരിയബിൾ പോലെ തന്നെ ഉള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ്, പക്ഷേ അതിനൊരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കും, റാങ്ക് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് വാട്ട് അബൌട്ട് ഓൺലൈൻ ക്ലാസ്സസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഗുഡ്, ബാഡ്, അല്ലെങ്കിൽ ഗുഡ്, ന്യൂട്രൽ, ബാഡ്. അപ്പോൾ അത് ഗുഡിന് 1 എന്ന് അല്ലെങ്കിൽ ബാഡിന് 3 എന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കും. അതിനൊരു പർട്ടിക്കുലർ ഓർഡർ, ഗുഡ്, ബാഡ്, അത് എന്താണതെന്ന് നമുക്കൊരു അത് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, അത് എവിടെയാണ് നിൽക്കുന്നത്, ഹയർ പൊസിഷൻ, ഇറ്റ് ഹാസ് സം ഓർഡർ. സോ അങ്ങനെയുള്ള ഓർഡറിലുള്ള ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിൻ്റെ സ്കെയിലാണ് ശരിക്കും ഓർഡിനൽ സ്കെയിൽ. ഓക്കെ, ഓർഡിനൽ സ്കെയിൽ. ആൻഡ് ഓർഡിനൽ സ്കെയിലിന് നിങ്ങളുടെ ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മിനറൽസിൻ്റെ ഹാർഡ്നെസ് സ്കെയിൽ ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഒരു ഓർഡിനൽ സ്കെയിലിൽ അല്ലെങ്കിൽ റാങ്കിങ് സ്കെയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കംസ് ദ റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഹാസ് ആൻ അബ്സല്യൂട്ട് 0 പോയിൻറ്റ് അഥവാ ഒരു ട്രൂ 0 പോയിൻ്റ് ഉണ്ട്. വെയ്റ്റ് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും വെയ്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തൊരു സാധനം അല്ലേ. ഡിസ്റ്റൻസ് ഇവിടുന്ന് കാര്യവട്ടത്തുനിന്ന് കോളേജിൽ നിന്ന് അപ്പുറത്ത് ഇന്ന ഒരു സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതവിടെ രണ്ടും ഒരേ സ്ഥലമാണ് എന്നുള്ളത്. സോ അങ്ങനെ ഒരു ട്രൂ 0 ഉള്ള ഒരു വാല്യൂ, അത് സാധാരണയുള്ള എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസും റേഷ്യോ സ്കെയിലാണ്. ദാറ്റ് ഈസ് വെയ്റ്റ്, ഹൈറ്റ്, അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസും എന്ത് തന്നെയാണ്, റേഷ്യോ സ്കെയിൽ തന്നെയാണ്. ഓക്കെ, സോ റേഷ്യോ സ്കെയിൽ ദാറ്റ് ഈസ് നിങ്ങൾക്ക് നമ്മളുടെ മാസ്, ലെങ്ത്, സ്ട്രീം വെലോസിറ്റി, ഡിപ്പ്, സ്ട്രൈക്ക് ആർ ഓൾ ഓൺ ദിസ് സ്കെയിൽ അക്കോർഡിംഗ് ആസ് ജോഗ്രഫിക്കൽ സ്റ്റഡീസ്. ആൻഡ് വാട്ട് ഇസ് എ ഇൻ്റർവൽ സ്കെയിൽ? ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ 0 ഇല്ലാത്തത്. സോ ടെമ്പറേച്ചർ നോർമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണോ?
അല്ലെങ്കിൽ 0 കെൽവിൻ ആണോ? അല്ല. ദാറ്റ് ഈസ് നമുക്ക് അത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ദാറ്റ് ഈസ് അതിൻ്റെ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 37 അല്ലെങ്കിൽ 32 ആ ഒരു ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ആ ഒരു നോർമൽ ദാറ്റ് ഈസ് നോട്ട് എ 0, അതൊരു 0 അല്ല, പക്ഷേ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ നോർമൽ വൺ അല്ലേ? അതാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്. ടെമ്പറേച്ചർ ഹൈ ആണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ 37 കൂടിയാലേ നമ്മൾ ഹൈ എന്ന് പറയുള്ളൂ. അല്ലാതെ 37 വരെ വരുമ്പോൾ അത് എത്രയാണ്? നോർമൽ. 37 താഴെയാണെങ്കിൽ നമ്മൾ പറയും ലോ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ ടെമ്പറേച്ചർ ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഇൻ ദ ഇൻ്റർവൽ സ്കെയിൽ. ഇൻ്റർവൽ സ്കെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർവൽ സ്കെയിലിൽ ഓൺലി ദ ഇൻ്റർവെലിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലാതെ എന്തിനല്ല? വാല്യൂവിനല്ല. ദാറ്റ് ഈസ് ഒരു ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറയുമ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടികളുടെ ബോഡി പനിയാകുമ്പോൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് 100 ആണ് എന്ന് പറയുമ്പോൾ 100 എന്നുള്ളതിനല്ല വാലിഡിറ്റി. 100 നോർമൽ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതിനാണ് എന്തുള്ളത്? ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഇൻ്റർവെല്ലിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇൻ്റർവെൽ സ്കെയിൽ നമ്മൾ എടുക്കുന്നത് ടെമ്പറേച്ചറിനെയാണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയാണ്. കളക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, കളക്ഷൻ ശരിക്കും നിങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. ശരിക്കും കളക്ഷൻ എന്ന പ്രോസസ്സിന് ശേഷം നമ്മൾ പഠിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഈസ് ദ അറേഞ്ചിങ് ഓഫ് ഡേറ്റയാണ്. ഡേറ്റ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്തിന്? നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്ലാസിഫിക്കേഷൻ. ആക്ച്വലി ക്ലാസിഫിക്കേഷൻ 4 തരത്തിലാണുള്ളത്. പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എന്താണ് chronological classification and geographical classification. First one, qualitative classification. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിളിന് അക്കോർഡിംഗ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ 2 തരത്തിലുണ്ട്. ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷനും മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനും. നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിളിന് 2 കാറ്റഗറിയേ ഉള്ളൂ എങ്കിൽ, നേരത്തെ എക്സാമ്പിൾ പറയുന്നത് സെക്സ് ആയിരുന്നു. സെക്സിൻ്റെ പ്രത്യേകത സെക്സ് മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറയും അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെന്തെന്ന് പറയും? ഡൈക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇനി 2ൽ കൂടുതലായിട്ടാണ് റിലീജിയൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 2ൽ കൂടുതലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എന്തെന്ന് പറയും? മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഒന്നുമില്ല, ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ് ഫ്രീക്വൻസി ടേബിളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ അക്കോർഡിംഗ് ടു സം ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി. ആൻഡ് നെക്സ്റ്റ് 2 ടൈപ്സ്, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഡേറ്റ ഡിപ്പെൻഡിങ് ഓൺ ദ ക്രോണോളജിക്കൽ ആകുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം, വേറാസ് ജോഗ്രഫിക്കൽ ആകുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ, റീജിയൻ. ജോഗ്രഫിക്കൽ ലൊക്കേഷനും ജോഗ്രഫിക്കൽ റീജിയനും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ക്ലാസിഫിക്കേഷൻ? എന്തിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം? നമുക്ക് ഹോമോജനസ് ആയിട്ടുള്ള ഗ്രൂപ്പ്, സിമിലാരിറ്റി, ഡിസിമിലാരിറ്റീസ് ഒക്കെ ഏതാണെന്നറിയാനും റിയലി ഇമാജിനറി ആയിട്ടുള്ള ഡേറ്റ തിരിച്ചറിയാനും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ ആൻഡ് കണ്ടൻസ് ദ ലാർജ് ഡേറ്റ. വലിയൊരു ഡേറ്റാ സെറ്റിനെ വളരെ ചെറുതായി ഗ്രൂപ്പ് ചെയ്തെടുക്കാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ശേഷം നമുക്ക് വേണ്ടുന്നതാണ് ടാബുലേഷൻ. അതിന് ഈസിനെസ് കൂട്ടുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷനാണ്. കമ്പാരിസൺ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സെക്സ് മെയിലുകൾക്കും ഫീമെയിലും തമ്മിൽ ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റഡി കാണാറുണ്ട്. ആ സ്റ്റഡികളുടെ എല്ലാം ബേസ് ഇതാണ്. ഓക്കെ, സോ ഐ തിങ്ക് ടുഡേ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ.
ബിക്കോസ് ദ റൂൾ ഓഫ് ക്ലാസിഫിക്കേഷനോട് കൂടി നിർത്താം. റൂൾ ഓഫ് ക്ലാസിഫിക്കേഷൻ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും റൂൾ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എപ്പോഴും എക്സോസ്റ്റീവ് ആയിരിക്കണം, അഥവാ മ്യൂച്വലി എക്സ്ക്ലൂസീവ്